That's huge. He tosses it up. He could well go into out, and he goes to a half century. കഴിഞ്ഞ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ സഞ്ജു നിർത്തിയെടുത്തു നിന്ന് തന്നെയാണ് ഇന്ന് ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ അദ്ദേഹം തുടർന്നത്. ഇന്നത്തെ കളി തുടങ്ങുന്നതിന് മുൻപ് നടന്ന ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം ഒന്നു മാത്രമായിരുന്നു: സഞ്ജു ജോഫ്ര ആർച്ചറെ എങ്ങനെ നേരിടും? കാരണം ഇതിനു മുൻപ് ആർച്ചറെ നേരിട്ടപ്പോൾ സഞ്ജുവിന് അത്ര എളുപ്പമായിരുന്നില്ല. പലതവണയും ആർച്ചറിന്റെ പന്തിൽ സഞ്ജു പുറത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം തുടങ്ങുന്നതിന് മുൻപ് പലരും സംശയിച്ച ഒരു കാര്യമായിരുന്നു അത്. പക്ഷേ ക്രിക്കറ്റ് എന്ന കളിയിൽ ചിലപ്പോൾ ഒരു ദിവസം എല്ലാം മാറിപ്പോകും. ഇന്ന് അങ്ങനെ മാറിയ ദിനമായിരുന്നു. ആർച്ചറിന്റെ വേഗവും ബൗൺസും നേരിട്ട് ആത്മവിശ്വാസത്തോടെ ഓരോ പന്തും കളിച്ച സഞ്ജു ഒരു ഘട്ടത്തിൽ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി. 212 സ്ട്രൈക്ക് റേറ്റിൽ വെറും 42 പന്തിൽ 89 റൺസ്. ഓരോ ഷോട്ടും ആത്മവിശ്വാസത്തിന്റെ പ്രകടനം, ഓരോ ബൗണ്ടറിയും വിമർശകർക്ക് നൽകിയ മറുപടി. സ്കോർ 89 നിൽക്കുമ്പോഴും സ്വന്തം സെഞ്ചുറിയേക്കാൾ ടീമിന്റെ വിജയമാണ് സഞ്ജുവിന് പ്രധാനമായിരുന്നത്. അതാണ് ഒരു യഥാർത്ഥ ടീം പ്ലെയറുടെ മനസ്സ്. വ്യക്തിപരമായ നേട്ടങ്ങളെക്കാൾ ടീമിന്റെ ജയമാണ് പ്രധാനമെന്ന് തെളിയിച്ച ഇന്നിംഗ്സ്. ഇന്ന് നമ്മൾ കണ്ടത് ഒരു മികച്ച ബാറ്റിംഗ് മാത്രമല്ല, ഒരു സൂപ്പർ സ്റ്റാറിന്റെ ആത്മവിശ്വാസവും മനോഭാവവും കൂടിയാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ സഞ്ജു സാംസൺ. Back-to-back half centuries for Samson. This one in just 26 deliveries.